മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കുന്നതും മന്ത്രിമന്ദിരങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നതുമെല്ലാം രാഷ്ട്രീയ പ്രതിഷേധം എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട സമരമാർഗങ്ങൾ തന്നെയാണ്. പോലീസ് സ്വാഭാവികമായും സമരക്കാരെ തടയാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ സംഘർഷങ്ങളിലും ലാത്തി ചാർജിലും ഒക്കെ കലാശിച്ചെന്നും ഇരിക്കും. ഇതൊക്കെയും നമ്മുടെ നാട്ടിലെ സമരങ്ങളുടെ നടപ്പു രീതിയാണ്. പക്ഷേ മുദ്രാവാക്യങ്ങളിൽ ഏതളവിൽ രോഷം തിളച്ചൊഴുകിയാലും സമരശൈലിയിൽ പൗരബോധത്തിന്റെയും ജനാധിപത്യ മാന്യതയുടെയും ഒരു പരിധി പൊതുവെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെയും സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അസാധാരണമായിരുന്നു. ഗേറ്റ് തകർത്ത് വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് ഇരച്ചു കയറുക, വാതിൽക്കൽ റീത്ത് കെട്ടിത്തൂക്കുക, വീട്ടുമുറ്റത്ത് പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുക, ഏത് വിധം നോക്കിയാലും പരിധി വിട്ട സമരരീതി. ഇவ்விധമുള്ള സമരത്തോട് യോജിപ്പില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വരെ പറയേണ്ടി വന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം തള്ളുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ O.J. ജനീഷ് നേരിട്ട് ഫയറിനൊപ്പം നമുക്ക് ഒപ്പം ചേരുകയാണ്. ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദമായിട്ട് ജനീഷിന്റെ ഭാഗത്തു നിന്നുമുള്ള വാദങ്ങൾ കൂടി കേൾക്കുവാനായിട്ട്. അപ്പോൾ ജനീഷിനെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫയറിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയും ചെയ്യാം ജനീഷിനോട് എന്നുള്ളതാണ്. അപ്പോൾ ജനീഷിലേക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജനീഷ്, എന്തായാലും ഇന്ന് വലിയ തരത്തിലുള്ള സമരരീതി, സമരമാർഗമൊക്കെയാണ് കേരളം കണ്ടത് എന്നുള്ളതാണ്. ഇതിൽ വലിയ തരത്തിലുള്ള വിമർശനവും അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെയും ഉയരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സമരം മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് നടത്തിയപ്പോൾ അത് അതിരു കടന്നു എന്നുള്ള ആരോപണവും വിമർശനവും ഒക്കെയാണ് ഉയരുന്നത്. ഇത് വീണ ജോർജിനെ കൂടുതൽ രക്ഷിക്കാനുള്ള രീതിയിലുള്ള സമരമാർഗമല്ലേ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ന്യായീകരിക്കാൻ, അവർക്ക് കൂടുതൽ മൈലേജ് കൊടുക്കുന്നതല്ലേ എന്നുള്ള തരത്തിലും മറുവശത്തു നിന്നും ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഇന്നത്തെ ഈ ഒരു സമര രീതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിര് കടന്ന പ്രതിഷേധമാണ് എന്നുള്ളത് CPM-ന്റെ ഒരു ന്യായീകരണം മാത്രമാണ്. ഇപ്പോൾ വി ജോയി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇറങ്ങി തിരിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് അത്. അങ്ങനെ പ്രതിഷേധം അതിര് കടന്നു എന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്കില്ല. കാരണം അവിടെ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ അതിരാവിലെ അവിടേക്ക് സമരവുമായി കടന്നു പോകുന്നതും അവിടെ റീത്ത് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതും വ്യക്തിപരമായി വീണ ജോർജിനെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള ഒരു റീത്തായിട്ടല്ല അത് വെച്ചത്. ഇപ്പോൾ CPM-ന്റെ തന്നെ നേതാക്കന്മാരും DYFIയുടെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ കണ്ണൂർ രാഹുൽ വെച്ചോട്ട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകൻ്റെ വീടിൻ്റെ പടിക്കൽ കൊണ്ടുപോയി റീത്ത് വെച്ചു. ഇപ്പോൾ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി റീത്ത് വെച്ചു. ആ റീത്തൊക്കെ വെക്കുന്ന ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പ്രവർത്തനം ചെയ്തത്. നിങ്ങളെ കൊലപ്പെടുത്തുമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ റീത്ത് സമർപ്പിക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ സമരത്തിലേക്ക് കടന്നതെന്ന് വെച്ചാൽ സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ വകുപ്പ് പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമാണ്. ആരോഗ്യ വകുപ്പ് മരണപ്പെട്ടതിന് തുല്യമാണ്. അങ്ങനെ മരണപ്പെട്ടതിന് തുല്യമായ ആരോഗ്യ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധമായി കടന്നു വന്നതാണ്. അവരുടെ ഔദ്യോഗിക വസതിയിലാണ് ആ പ്രതിഷേധം നടത്തിയത്. അത് DM ഓഫീസുകൾക്ക് മുമ്പിൽ ഇതിനോടകം പലതവണ ഞങ്ങൾ റീത്ത് സമർപ്പിച്ച് തന്നെ സമരം നടത്തിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാതിരുന്ന ഒരു കാര്യം ഇന്ന് ഉയർന്നു വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നില്ല, വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു സമരം സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും ഉണ്ടെന്നിരിക്കെ അവിടെ പിന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സഹപ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് അവിടെ വേണമെങ്കിൽ 2 പോലീസുകാർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം എക്സ്റ്റെൻഡിലേക്ക് വേണമെങ്കിൽ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വളരെ സമചിത്തത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് കടന്നു വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കി. അതുകൊണ്ടാണ് ഇന്ന് അത്തരത്തിലുള്ള ക്യാപ്സ്യൂളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത് വീണ ജോർജിനെ രക്ഷിക്കുമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. വീണ ജോർജിൻ്റെ ഈഗോ കുറെ കൂടി പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് ആ സമരം കൊണ്ടുണ്ടായ ഒരു ഗുണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കുള്ള പ്രതിഷേധം അതിരു കടന്നുവെന്നാണ് ഈ വിമർശനമെല്ലാം ഉയർന്നത്. ഈ ഒരു സമയത്ത് വി.ഡി. സതീശന്റെ നിർദ്ദേശമാണ് റീത്ത് വെച്ചതിന് പിന്നിലെന്നാണ് ആരോഗ്യമന്ത്രിയും പിന്നെ അതുപോലെ തന്നെ മന്ത്രി വി. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത്. സത്യത്തിൽ ഇതിന് പിന്നിൽ ആരുടെ ബുദ്ധിയാണ്? ശരിക്കും ഈ ഒരു റീത്ത് വെക്കണം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു നിർദ്ദേശം ആണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ ആരുടെ ഒരു ബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനോട് ഇന്ന സമരം നടത്തുമെന്ന് പിന്നെ ഉപദേശിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അതാണ് പണി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് പൊതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഓരോ ദൈനംദിന സമരങ്ങളിൽ ഇടപെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമര രംഗത്തേക്ക് ഞങ്ങൾ കടന്നു വന്ന് മാത്രമാണ്. ഇന്ന് ആ സമരം ഉണ്ടായതുകൊണ്ടാണ് കേരളം മുഴുവൻ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കുറേ കൂടി സജീവമായി ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആരോഗ്യമന്ത്രി തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കില്ല. ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന്
മുമ്പ് പോലും കണ്ട മാധ്യമ വാർത്തയിൽ പറയുന്നത് പത്തനംതിട്ടയിൽ അവരുടെ ഒരു യോഗത്തിലേക്ക് പ്രതിഷേധവുമായി കടന്നു വന്ന യൂത്ത് കോൺഗ്രസ്സുകാരോട് ഞാനിവിടെയുണ്ട്, അവർ വേണമെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതാണ്. അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ വകുപ്പിന് വലിയ പോരായ്മയുണ്ടായി. ആ വകുപ്പിൻ്റെ പോരായ്മകൾ കൊണ്ട് തന്നെ, വീഴ്ചകൾ കൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് നമ്പർ 1 എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നത് നമ്പർ 0 ആയി മാറി. ആ നമ്പർ 0 ആക്കിയതിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഇവരുടെ സംവിധാനങ്ങൾക്കുള്ള പങ്ക് വലുതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ടിയിരുന്നത്. അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണ്. സമരം ചെയ്യുന്നവർ ചൂണ്ടിക്കാണിച്ച വിഷയത്തെ മനസ്സിലാക്കുകയല്ല ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ CPM നേതാക്കന്മാരുടെ ഈ ക്യാപ്സ്യൂൾ അധികകാലം ഓടുന്ന ഒരു ക്യാപ്സ്യൂളല്ല. പിന്നെ സമരം യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നുള്ളടക്കമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ കണ്ടു. അതെല്ലാം തന്നെ വളരെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ജിനീഷ്, നിങ്ങളുടെ ഈ ഒരു സമരത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേട്ടതല്ലേ? അതായത് അങ്ങനെ വീടുകളിൽ കയറി, മന്ത്രിമന്ദിരങ്ങളിൽ കയറി ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒന്നും ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. സമാനമായിട്ടുള്ള നിലപാടാണ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു സമര മാർഗത്തെ യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ടോ? താങ്കൾക്ക് അതിലെന്താണ് പറയാനുള്ളത്? അല്ല, പിന്നെ മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്ന ഉദ്ദേശം അവിടേക്ക് സമരവുമായി കടന്നുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അവിടെ സ്വാഭാവികമായും സാധാരണ രീതിയിൽ മന്ത്രി വസതികൾക്ക് മുമ്പിലൊക്കെ സമരങ്ങൾ വരുന്ന സമയത്തൊക്കെ അത് തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്ന് തടയാൻ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വീഴ്ച ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇന്റർവെൻസ് സംവിധാനങ്ങളുടെ പോരായ്മയാണ്. അപ്പോൾ അത് അവിടെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത് പോലീസിങ്ങിൻ്റെ വീഴ്ചയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയെ കൂടി മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വലിയ പ്രൊപ്പഗൻഡകൾ അവർ അടിച്ചിറക്കുന്ന മാത്രമേ ഉള്ളൂ. പാർട്ടി നേതാക്കന്മാർ ഈ സമരത്തിൻ്റെയും അല്ലെങ്കിൽ സമരരീതിയും തള്ളിപ്പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ തള്ളിപ്പറയാൻ തയ്യാറല്ല. അവർ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന, പൊതുസമൂഹം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു സമരമാണ്. അത് എത്രയോ ജനങ്ങളുടെ, എത്രയോ നിരാലംബരും നിരാശ്രയമായ സാധാരണക്കാരുടെ നെഞ്ചിൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ പോരായ്മകൾ കൊണ്ട് റീത്ത് വെക്കപ്പെടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ഞാൻ എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോട്ടയത്ത് പിന്നെ മകൾക്ക് കൂട്ടിരിപ്പുകാരിയായിട്ട് പോയ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടത് അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവിടെ പത്രസമ്മേളനം നടത്തുകയായിരുന്നു ഈ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി. എൻ്റെ നാടായ കൊടുങ്ങല്ലൂരിൽ അവിടെ ആവറിൻ ബിനോയ് എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതാണ്. ആൻറ്റിവെനസ് സ്ട്രോക്ക് ഉണ്ടായിട്ട് പോലും ആ കുട്ടിക്ക് അത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. ഒരു നടപടി പോലും ഈ നിമിഷം വരെ എടുക്കാൻ ഈ ആരോഗ്യവകുപ്പിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ എണ്ണി പറയാവുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ പിന്നെ അവിടെ ചികിത്സ കിട്ടാതെ ശ്വാസം മുട്ടി മരണപ്പെട്ട വ്യക്തിയുടെ ചിത്രം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് ആദിവാസി യുവതി പ്രസവത്തോടു കൂടി കുഞ്ഞു മരണപ്പെട്ട സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. എത്ര ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. അവരെല്ലാം മരണപ്പെട്ടു പോയ ആളുകളാണ്. അവരുടെയൊക്കെ ശരീരത്ത് റീത്ത് സമർപ്പിക്കപ്പെട്ടത് വേദനയോടും വ്യസനത്തോടും കൂടിയാണ്. ഇവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ റീത്താണ് സമർപ്പിച്ചത്. ഇതൊരു പ്രതികാരത്തിൻ്റെയോ CPM പ്രവർത്തകർ വെല്ലുവിളിച്ച് ഭയാശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു റീത്തല്ല. ആരോഗ്യ വകുപ്പ് നിശ്ചലമാണ്, അത് ജഡാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഒരു പ്രതിഷേധ റീത്ത് സമർപ്പിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും യൂത്ത് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് കരിങ്കൊടിയാണ് പാർട്ടിയുടെ കൊടി, ഈ യൂത്ത് കോൺഗ്രസിന്റെ പതാക എന്ന മട്ടിലടക്കം വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മികച്ച നേട്ടം കൈവരിച്ച ആരോഗ്യരംഗത്തെ ടാർഗറ്റ് ചെയ്യുകയാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിന് പിന്നാലെ ഇറങ്ങി വന്ന എണ്ണി ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ ഒരു സമരം നടത്തിയത്? ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകളാണ് അത്തരത്തിലൊരു സമരത്തിലേക്ക് നമ്മളൊക്കെ കടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരോഗ്യവകുപ്പിൻ്റെ മേന്മകൾ എണ്ണിപ്പറയാൻ തയ്യാറാകുന്ന ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി അവിടുത്തെ വീഴ്ചകളും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തയ്യാറാകുന്നില്ല. കടുത്ത ഈഗോയോട് കൂടി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് തന്നെ അവരുടെ പ്രസ്താവനയിൽ പ്രധാനപ്പെട്ട ഒരു വാചകം, ഇത് എൻ്റെ കാലത്ത് നടന്ന സംഭവമല്ല, ഇത് KK ശൈലജ ടീച്ചറുടെ കാലത്ത് നടന്ന സംഭവമാണ് എന്നുള്ളതാണല്ലോ അവർ ദ്യോതിപ്പിക്കുന്നത്. ഇവർ രണ്ട് ആരോഗ്യവകുപ്പിൻ്റെ മുൻകാല മന്ത്രിമാരായിരുന്ന രണ്ടുപേർ തമ്മിലുള്ള ഈഗോയിൽ കേരളത്തിലെ ജനങ്ങൾ എന്ത് പിഴച്ചു?
അതിന് കേരളത്തിലെ ജനസമൂഹം എന്തിന് പ്രയാസപ്പെടണം? ഇവരുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആരോഗ്യവകുപ്പിലുണ്ടായിട്ടുള്ള പോരായ്മകൾ, വേണ്ടത്ര സ്റ്റാഫുകൾ ആരോഗ്യമേഖലയിൽ ഉണ്ട് എന്ന അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ലല്ലോ. ഇന്നും KJMCTയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ നടക്കുകയല്ലേ? ആ സമരത്തിൻ്റെ ഭാഗമായി ആ സമരം പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ കൂടുതൽ പ്രകോപിതരാക്കി സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനമല്ലേ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മകളെ എണ്ണി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായല്ലോ. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ് അനുഭാവിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് തുറന്നു പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ്. ആ അനുഭവങ്ങളുടെ വേദനകളിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തുറന്നു പറഞ്ഞ ഹാരിസ് ചിറക്കലിനോട് സർക്കാർ സ്വീകരിച്ച സമീപനം എന്താ? ആ ഹാരിസ് ചിറക്കലിനെ എത്ര പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഇതേ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി നേരിട്ട് കൊണ്ട് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്? അപ്പോൾ കടുത്ത ഈഗോയിസ്റ്റായി ഈ മന്ത്രി മുന്നോട്ട് പോവുകയാണ്. സമരങ്ങളോട് ഇവർക്ക് വലിയ പുച്ഛവും പരിഹാസവുമാണ്. അതിൻ്റെ കാരണം സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതുപോലെ സമരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമോ ഒരു ഭരണ നേതൃത്വമോ അല്ല ഈ ഡോക്ടർ വീണ ജോർജ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരൊരു ബാക്ക്ഡോർ എൻട്രിയാണ്. അവരെ സംബന്ധിച്ച് അവരെങ്ങനെ മന്ത്രിയായി എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള രാജസ്തുതികളിൽ ഏറ്റവും മുഖ്യമന്ത്രി പിണറായി വിജയൻ താല്പര്യപ്പെട്ടത് കൊണ്ടാണ് അവരിന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കിച്ചൺ ക്യാബിനറ്റിൽ ഈ പ്രീതി പിടിച്ചു പറ്റിയത് കൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് CPM നേതാക്കന്മാർ തന്നെ പലപ്പോഴായി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയുമായിട്ടുള്ള അവരുടെ സൗഹൃദവും അടുപ്പവുമാണ് അവരെ മന്ത്രിസ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് സീനിയറായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നതിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നെന്നുള്ളതാണ് CPMൻ്റെ തന്നെ പല ആളുകളൊക്കെ പലപ്പോഴായി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് സമരങ്ങളോട് പുച്ഛവും പരിഹാസവും ഉണ്ടാകുന്നതിൻ്റെ കാരണം സമര നേതൃത്വങ്ങളിലൂടെ കടന്നു വന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരെങ്ങനെ സമരങ്ങളെ പുച്ഛിച്ചതുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്ന ഘട്ടത്തിൽ അത് പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് പോലെ ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട്. അതിലെ ഒരുപക്ഷെ എൻ്റെ സഹപ്രവർത്തകർ എടുത്ത സമീപനത്തിലോ അല്ലെങ്കിൽ എടുത്ത രീതിയോ മാർഗത്തെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ടാകും. പക്ഷേ അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഈ സർക്കാരിനെതിരായ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം, ഇന്ന് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, പത്തനംതിട്ടയിലെ വീട്ടിലേക്കുള്ള പ്രതിഷേധം കണ്ടതാണ്. അത് വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. ഈ ഒരു പ്രതിഷേധത്തിന് പിന്നാലെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് പിന്നാലെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് പ്രതിഷേധക്കാരെ നേരിടാം, പക്ഷേ അവർ പോയി എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്. ആ സമയത്ത് മന്ത്രി പറഞ്ഞ ചില വാക്കുകൾ, അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സമരം സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകളെ സംരക്ഷിക്കാനുള്ള സമരമാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ ആ രീതിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉന്നയിച്ചത്. അപ്പോൾ ഇതിന് നിങ്ങൾക്കുള്ള ഒരു മറുപടി എങ്ങനെയാണ്? സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നിരാലംബരും നിരാശ്രയരുമായ പാവപ്പെട്ട ജനങ്ങൾ സമീപിക്കുന്ന സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ ഇവർ നോക്കുകുത്തിയാക്കി മാറ്റുന്നതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. സ്വകാര്യ ആശുപത്രികളിലേക്ക് ഒരു ചികിത്സയ്ക്ക് വേണ്ടി കടന്നു പോകാൻ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് സാധിക്കും. ഒരു OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും എത്ര വലിയ തുകയാണ് അവിടെയൊക്കെ ചെലവഴിക്കേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രി ലോബിയിങ് ഇന്ന് വലിയ രീതിയിൽ സംസ്ഥാനത്തിനകത്ത് വ്യാപകമാകുന്നുണ്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നതും സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതും ഈ സർക്കാരിൻ്റെ ഭരണപരമായ പോരായ്മയാണ്. സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഏറ്റവും മെച്ചപ്പെട്ട മികച്ചതായ ചികിത്സാ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അത്തരത്തിലൊരു അവകാശവാദത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതല്ലേ വസ്തുത. സ്വകാര്യ ആശുപത്രികളിലേക്ക് കുത്തകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന് പറയുന്ന ഇതേ ആരോഗ്യവകുപ്പ് മന്ത്രിയോടല്ലേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് അവിടെ ഒരു ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് പോലും സ്റ്റഡ് വാങ്ങാൻ വേണ്ടി പോലും പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്താൽ മാത്രമാണ് അവിടെ സർജറി നടക്കുന്നതെന്ന് എത്രയെത്ര സംഭവങ്ങളെ സംബന്ധിച്ച് അതിനുശേഷം വാർത്തകൾ പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടുന്ന സമീപനം എടുക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ദുർബലമായ സമീപനങ്ങളാണ്. വേണ്ടത്ര സ്റ്റാഫുകൾ ആശുപത്രികൾക്കകത്ത് ഇല്ലാതെ പോകുന്നതിൻ്റെ പോരായ്മ ആരാണ് ഏറ്റെടുക്കേണ്ടത്? വേണ്ടത്ര മരുന്നുകൾ ആശുപത്രികൾക്കകത്ത് ഇല്ലാതെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? പനി വന്ന ആശുപത്രിയിൽ പോയാലും തലവേദന വന്ന ആശുപത്രിയിൽ പോയാലും കൈയൊടിഞ്ഞും കാലൊടിഞ്ഞും ആശുപത്രിയിൽ പോയാലും എല്ലാവർക്കും പാരസെറ്റമോൾ കൊടുക്കുന്ന രീതിയിലേക്ക്
സർക്കാർ സംവിധാനത്തിൻ്റെ ആശുപത്രി സംവിധാനങ്ങളെ തകർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇവർ പറയുന്നുണ്ട് പലപ്പോഴും താലൂക്ക് ആശുപത്രികളെ ഉയർത്തി, ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് ഉയർത്തി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ അതിനനുസൃതമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നില്ലല്ലോ. അതിനനുസൃതമായ രീതിയിൽ സ്റ്റാഫുകളെ വിന്യസിക്കുന്നില്ലല്ലോ. അപ്പോൾ വിളപ്പിൽശാലയിൽ ചികിത്സ കിട്ടാതെ ആശുപത്രിയിലേക്ക് ഹെൽത്ത് സെൻ്ററിലേക്ക് കടന്നുപോയ വ്യക്തി ചികിത്സ കിട്ടാതെ മരണപ്പെടുന്ന സമയത്ത് അവിടെ ആശുപത്രിയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നില്ല, ഡോക്ടർമാരും മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കൊല്ലം പന്മന സ്വദേശിയായ ഓട്ടോറിക്ഷ തൊഴിലാളിയായ വേണുവിനെ സംബന്ധിച്ച് ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പോയി, അവിടെ ചികിത്സ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് പോയി, അവിടെ ചികിത്സ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. 4 ദിവസമാണ് മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ സംബന്ധമായ ഒരു അസുഖത്തിന് പോയ ഒരാൾ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു കിടക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഒരു വാട്സാപ്പ് വോയിസിലൂടെ അദ്ദേഹത്തിൻ്റെ ദുരനുഭവങ്ങൾ പുറത്ത് തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടാണ് കേരളത്തിനകത്ത് ആ സംഭവത്തെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ആരാണ് സ്വകാര്യ ആശുപത്രി ലോബികളെ സഹായിക്കുന്ന സമീപനമായി എടുക്കുന്നത്? സ്വകാര്യ ആശുപത്രി ലോബികളിലേക്ക് ഒരു രോഗി പോലും കടന്നു പോകില്ല സർക്കാർ സംവിധാനം മെച്ചപ്പെട്ടതാണെങ്കിൽ. സർക്കാർ സംവിധാനം മെച്ചപ്പെടുത്തിയാൽ ആരാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി തയ്യാറാകുക? ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ മാത്രമേ ചികിത്സ ലഭിക്കൂ എന്ന് വന്നാൽ അവരെങ്ങനെയാണ് അവരുടെ രോഗസംബന്ധമായ കാര്യങ്ങളിൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടാവുക? അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സർക്കാരിൻ്റെ ഭരണപരമായ പരാജയത്തിൻ്റെ പോരായ്മകളുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ ഏറ്റവും പരാജയപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പാണ്. ഏറ്റവും പരാജയപ്പെട്ട മന്ത്രിയും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അതിനെ വിമർശിക്കുമ്പോൾ CPM ജില്ലാ സെക്രട്ടറിയും ശിവൻകുട്ടി അടക്കമുള്ള ആളുകളൊക്കെ വന്ന് പറയുന്നത് ഒരു വനിത എന്ന പരിഗണന നൽകണമെന്നുള്ളതാണ്. ആവറിൻ ബിനോയ് ഒരു കൊച്ചു പെൺകുട്ടി, പാലക്കാട് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി ഒരു കൊച്ചു പെൺകുട്ടി, ബിന്ദു അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണപ്പെടേണ്ടി വന്ന ബിന്ദു ഒരു പ്രായമായ ഒരമ്മ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2017 സർജറിയുടെ ഭാഗമായി വയറിനകത്ത് എക്യുപ്മെൻറ്റുമായിട്ട് ജീവിക്കേണ്ടി വന്ന ഹർഷിന, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഉഷ ജോസഫ് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായ സാധാരണക്കാരി, ഇവരൊക്കെ പിന്നെ ആരാണ്? ഇവരുടെയൊക്കെ വേദനകൾ ആരാണ് കാണേണ്ടത്? ഇവരുടെയൊക്കെ പ്രയാസങ്ങൾ ആരാണ് കണക്കാക്കേണ്ടത്? അപ്പോൾ ഭരണകൂട സംവിധാനത്തിൻ്റെ നേതൃരംഗത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ, സമരങ്ങൾ വരുമ്പോൾ അവിടെ ഇരവാദം പറയുന്നത് ശരിയായ സമീപനമല്ല. അതിനെ പരിഹരിക്കുകയാണ് മന്ത്രി വേണ്ടത്. മന്ത്രി ഈഗോ വെടിഞ്ഞ് മന്ത്രി സിസ്റ്റത്തെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന സമീപനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എടുക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. ജനീഷ്, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സമര രീതിക്കെതിരെ വലിയ ആരോപണമൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയും SFIക്കാരൊക്കെ പറഞ്ഞ കാര്യം ആണ് ഏറ്റവും പ്രധാനം. അവർ പറഞ്ഞത് കൈയും കെട്ടി എന്തായാലും നോക്കി നിൽക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു അടിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ഇനി എങ്ങനെയാകും നേരിടുക? ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? പ്രതിപക്ഷ യുവജന സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ പ്രതിഷേധിക്കുമ്പോൾ അവിടെ എന്തിനാണ് DYFIയും SFIയും എല്ലാം നിയമം കയ്യിലെടുക്കാൻ വേണ്ടി കടന്നു വരുന്നത്? മന്ത്രി എന്ന് പറയുന്നത് കേട്ടു, പോലീസ് വേണമെങ്കിൽ പൊക്കോട്ടെ, പാർട്ടി പ്രവർത്തകർ ഉണ്ടാകും. അപ്പോൾ മന്ത്രി എന്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്? മന്ത്രിയും ആഹ്വാനം ചെയ്യുന്നതും അവരുടെ ശിവൻകുട്ടി പോലെയുള്ള ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം പലപ്പോഴും അത് മറന്നുപോവുകയാണ്. മന്ത്രിയാണെന്നുള്ള മറന്നുപോയി ഗുണ്ടയാണെന്ന ഓർമ്മയിലാണ് അദ്ദേഹം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളെയും KSU സമരങ്ങളെയും ഞങ്ങൾ തെരുവിലിറങ്ങി നേരിടും എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്താൽ ഇതേ ഭാഷയിലാണല്ലോ യുവമോർച്ചയോ അല്ലെങ്കിൽ BJPയോ RSS ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ പ്രതികരിക്കുന്നത്. സമാനമായ അതേ ഭാഷ നമ്മൾ കേൾക്കുന്നത് കേരളത്തിനകത്ത് DYFIയിൽ നിന്നും SFIയിൽ നിന്നുമാണ്. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്, DYFIയുടെയും SFIയുടെയും പ്രവർത്തകർ ഇപ്പോൾ പുതുയുഗ യാത്രയിൽ DYFIയുടെയും SFIയുടെയും പ്രവർത്തകരൊക്കെ അതിനെ തടസ്സപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ അവിടെ പ്രതിഷേധം ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, പുതുയുഗ യാത്രയുടെ പരിസരത്തേക്ക് കടന്നു വരുന്ന DYFIക്കാരായാലും ശരി SFIക്കാരായാലും ശരി പ്രതിഷേധം കഴിഞ്ഞാൽ തിരിച്ചു പോകണം. പ്രതിഷേധിക്കാൻ വരുന്ന ആളുകൾ ഇവിടെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കപ്പൽ ഇങ്ങനെ ആടി ഉലയുന്നത് കൊണ്ട് കപ്പലിൽ നിന്ന് ഓരോരുത്തരായി ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട് ഇപ്പുറത്തേക്ക് കുതിച്ചു വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞു, അങ്ങൊന്നും അറിയാതെ പോലും ഈ പ്രതിഷേധക്കാർ വരുന്ന സമയത്ത് കണ്ണൊന്ന് ചിമ്മരുത്. കണ്ണ് ചിമ്മിയാൽ ഉടനെ ഞങ്ങളെ വിളിച്ചോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടെ ഭരണവർഗ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കന്മാരെന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. എന്തിനായാലും DYFIയുടെ വിരട്ടലുകൾ കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളൊന്നും ഇല്ലാതാകാൻ വേണ്ടി പോകുന്നില്ല. DYFIയുടെ അനുവാദം ചോദിച്ചിട്ടുമല്ല യൂത്ത് കോൺഗ്രസ് സമരരംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നതും സമരം നടത്താൻ വേണ്ടി പോകുന്നതും. അത്തരത്തിലുള്ള വിരട്ടലുകളും വിലപേശലുകളിലും പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവരുടെ കയ്യിൽ തന്നെ 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നേ പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ OG ജനീഷ്. ഒരു സമയത്ത് പ്രതികരിച്ചതിന് യൂത്ത് കോൺഗ്രസ്
സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷാണ് ഇന്നത്തെ ഈ ഒരു സമരത്തെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ സമരത്തിൽ യാതൊരു തെറ്റുമില്ല, അതിൽ കടന്നിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ വി ഡി സതീശൻ തിരുത്തുമ്പോൾ അത് വി ഡി സതീശന് തൻ്റെ സഹപ്രവർത്തകരെ തള്ളിപ്പറയാം, പക്ഷെ തനിക്ക് തൻ്റെ സഹപ്രവർത്തകരെ തള്ളിപ്പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി OJ ജനീഷ് ഇപ്പോൾ നമ്മളോട് ഫയറിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്.